സഫാൻ, എന്തായാലും ഈ തിരുവല്ലത്ത് നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇന്നത്തെ കാലാവസ്ഥ എന്താണ്? അപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ടോ? ആളുകൾക്കൊക്കെ കൃത്യമായി തന്നെ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ നടത്താൻ കഴിയുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ജിൽസി, പുലർച്ചെ നമ്മളിവിടെ എത്തുമ്പോൾ മഴയില്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു. എന്നാൽ അല്പസമയം മുമ്പ് വലിയ മഴ ഇവിടെ പെയ്തിട്ടുണ്ട്. ഈ തിരുവല്ലം ക്ഷേത്രം എന്ന് പറയുന്നത് ഇത്തരം ബലികർമ്മങ്ങൾക്ക്, ബലിതർപ്പണത്തിന് പ്രശസ്തമായൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ബലിതർപ്പണം നടത്താൻ സൗകര്യമുള്ളൊരു ക്ഷേത്രവും കൂടിയാണ് തിരുവല്ലം ശ്രീ പരമേശ്വര സ്വാമി ക്ഷേത്രം. അവിടെ രാവിലെ 2:30 മുതൽ തന്നെ ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിച്ചിരുന്നു. 1:30-ക്ക് നട തുറന്നിരുന്നു. ആ സമയം മുതൽ തന്നെ വലിയ ഭക്തജനത്തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പോലീസിൻ്റെയും ഇവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടെ കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ ബലിതർപ്പണം പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇങ്ങനെയൊരു മഴ വന്നിട്ടുള്ളത്. ഇവിടെ 9 ബലി മണ്ഡപങ്ങളാണ് ഉള്ളത്. ഇവിടെ ഒരേ സമയം 3500ഓളം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യമുണ്ട്. അത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പുലർച്ചെ 2:30 മുതൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ബലിതർപ്പണം പൂർത്തിയാക്കി പോയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇപ്പോൾ ബലിതർപ്പണത്തിനായി കാത്തിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ. അതിനിടയിലാണ് ഇത്തരത്തിലൊരു മഴ വില്ലനായി വന്നിട്ടുള്ളത്. പക്ഷെ അതിനിടയിലും ആളുകൾ കുടയും മറ്റുമൊക്കെ ചൂടി ഈ ബലിതർപ്പണത്തിനായി കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് വർക്കല പാപനാശത്താണ്. വർക്കല പാപനാശത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മണ്ഡപത്തിലും ബീച്ചിലുമായി നിരവധി ആളുകൾ, 100ഓളം പുരോഹിതരുടെ നേതൃത്വത്തിൽ അവിടെയും ബലിതർപ്പണ കർമ്മങ്ങൾ പുലർച്ചെ 2:30-ഓടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ശിവഗിരിയിലും ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെയും ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. ഇതുകൂടാതെ ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ബലിതർപ്പണ കർമ്മങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഇത്തരത്തിലുള്ള അതിൻ്റെ ഷെഡ്യൂളുകളും മറ്റും പത്രങ്ങളിലും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് ഈ തിരുവല്ലം ക്ഷേത്രത്തിൽ 60ഓളം പുരോഹിതരുടെ നേതൃത്വത്തിലാണ് ഇത്തരം ബലിതർപ്പണ കർമ്മങ്ങൾ 3500ഓളം പേർക്ക് ഒരുമിച്ച് ബലിതർപ്പണം കർമ്മം പൂർത്തീകരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നത്. നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ KSRTCയും പ്രത്യേക സർവീസ് ഈ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ജിൽസി.